ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കറിയോ ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമാണെന്ന്? ആരാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്? ഒരു കുരങ്ങച്ചനാണോ? അല്ല. ഒരു പട്ടിക്കുട്ടനാണോ? അല്ല. പിന്നെയോ, നമ്മുടെ കുഞ്ഞണ്ണൻ ചിന്നൻ. അവന് എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് കേൾക്കാം ചിന്നൻ പറയുന്നത്. ഹലോ, ഞാനാണ് ചിന്നൻ. ഞാൻ ജനിച്ചത് വലിയ വൃക്ഷങ്ങൾക്കിടയിലായിരുന്നു. ഇളം കാറ്റ്, നിറയെ മരങ്ങൾ, വിവിധതരം പഴങ്ങൾ, അതായിരുന്നു എൻ്റെ ബാല്യം. ഞാൻ കഴിക്കാൻ മറന്ന വിത്തുകളാണ് മരങ്ങളായി വളർന്നത്. അമ്മ പറയാറുണ്ട്, വിത്തുകളെ മറക്കരുതേ, അവയാണ് നാളത്തെ കാടുകൾ. പക്ഷേ ഇന്ന് ഞാൻ ഗ്രാമത്തിനടുത്ത് വന്നപ്പോൾ ഞെട്ടി. ആ മരങ്ങളെല്ലാം പോയി. എൻ്റെ പഴയ കാട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാറ്റിന് വഴിയില്ല, പക്ഷികളില്ല പാടാൻ, എനിക്ക് ചാടാൻ മരങ്ങളില്ല. ബസ്സുകൾ, കാറുകൾ, പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ, അതൊക്കെ ഇപ്പോൾ മരത്തിനു പകരമാണ്. ഒരു പഴവും കാണാനില്ല. പക്ഷികൾക്ക് ഭക്ഷണമില്ല, പച്ചപ്പില്ല, പൂക്കളില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ സ്വന്തം കൂട്ടുകാരായ മൃഗങ്ങൾ, കുരങ്ങുകൾ, മയിൽ, കടുവ, ആന, ചെമ്പോത്ത്, അങ്ങനെ എല്ലാവരും പോയി. അവരും എന്നെപ്പോലെ അതിശയത്തിലാണ്. ഞാൻ കൂട്ടുകാരെ അന്വേഷിച്ചു. ഇവിടെ മൃഗങ്ങൾക്ക് ഉള്ള സ്ഥലമൊന്നുമില്ല. കാട് മനുഷ്യർക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ മനുഷ്യരാണ് അവരെ അകറ്റിയത്. എന്തുകൊണ്ട് കാടിനെ വേദനിപ്പിക്കണം? കാടല്ലേ നമ്മെ ജീവിപ്പിക്കുന്നത്. കാറ്റില്ലെങ്കിൽ, പച്ചപ്പില്ലെങ്കിൽ മഴ വരുമോ? മഴയില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാകുമോ? പക്ഷേ ഞാനൊരു പ്രതീക്ഷ കാണുന്നു. നിങ്ങളിൽ പലരും ചേർന്ന് മരങ്ങൾ നട്ടിരിക്കുന്നു, പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നു, കിളികൾക്ക് വീടൊരുക്കുന്നു, വന്യമൃഗങ്ങൾക്ക് പ്രദേശങ്ങൾ തിരിച്ചു തരുന്നു. ഒരു മരം നടുന്നതോ ഒരു തോട് വീണ്ടെടുക്കുന്നതോ ഞങ്ങളെ സഹായിക്കുന്നു. മനുഷ്യരെ, നിങ്ങളുടെ സഹായം വേണം. ഞങ്ങൾ ചെറുതായിരിക്കും, പക്ഷേ ഞങ്ങൾക്കുമുണ്ട് ജീവിതം. പക്ഷികൾക്ക് പാട്ടുപാടണം, മൃഗങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കണം, വൃക്ഷങ്ങൾക്ക് വളരുവാൻ ഇടം വേണം. ഇവയെല്ലാം തിരികെ നൽകുന്നതിലൂടെ നിങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ സമ്മാനം. കാടെൻ്റെ വീടാണ്. നമുക്ക് വീണ്ടും ഒന്നിച്ചിരിക്കാം. കൂട്ടുകാരെ, നിങ്ങൾ കേട്ടോ ചിന്നൻ പറഞ്ഞത്? ഇവരുടെ വേദന സത്യമാണ്. നമ്മളെ പോലെയുള്ളവർ തിരികെ കൊണ്ടുവരണം കാടിന്റെ ജീവൻ. ഒരു മരമെങ്കിലും നട്ടു തുടങ്ങൂ. കിളികൾക്ക് വെള്ളം കൊടുക്കൂ. വന്യമൃഗങ്ങൾക്കുള്ള സ്ഥലം നിലനിർത്തൂ. ഇത് നമ്മുടെ കർമ്മമാണ്. ഇനി മുതൽ നമുക്കും കാടിന്റെ കൂട്ടുകാരാകാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.